ഒരു മാസത്തോളം നീണ്ട ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ബി.ജെ.പി, കോൺഗ്രസ്, ആം ആദ്മി പാർട്ടികൾ നേർക്കുനേർ മത്സരിക്കുന്ന ഡൽഹിയിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 70 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഭരണ തുടർച്ചയ്ക്ക് ആം ആദ്മി പാർട്ടി ശ്രമിക്കുമ്പോൾ അട്ടിമറിയാണ് കോൺഗ്രസും ബി.ജെ.പിയും ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ അണിനിരന്ന തീവ്ര പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് നടന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത്. 70-അംഗ അസംബ്ലിയിൽ 62 സീറ്റ് നേടിയാണ് AAP അധികാരത്തിലെത്തിയത്. ബി.ജെ.പി 8 സീറ്റിലൊതുങ്ങിയപ്പോൾ കോൺഗ്രസിന് സീറ്റൊന്നും ലഭിച്ചിരുന്നില്ല. തുടർച്ചയായി 3-ാം വട്ടവും അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന AAPക്ക് തിരിച്ചടിയായിരിക്കുകയാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച 8 MLA-മാരും ബി.ജെ.പിയിൽ ചേർന്നത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് രാജിയിൽ കലാശിച്ചത്. ബജറ്റിലെ ആദായ നികുതി ഇളവ് പ്രഖ്യാപനം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. കേന്ദ്ര സർക്കാരുമായുള്ള പോരിനിടയിലും നേരത്തെ പ്രഖ്യാപിച്ച സൗജന്യങ്ങളൊന്നും മുടങ്ങിയിട്ടില്ല എന്നതാണ് ആം ആദ്മിയുടെ ആത്മവിശ്വാസം. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് ഡൽഹി സർക്കാർ നഗരത്തിലുടനീളമുള്ള എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകെ 13,033 ബൂത്തുകളിലായി 1.55 കോടി വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.